ഹലോ ഗെയ്സ്, ഇന്നൊരു കല്യാണം ഉണ്ട്. മിഥുവിൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. മിഥു ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പെങ്ങളെ അനിയനെയും കൂട്ടി വരാവേ. അങ്ങനെ ഞങ്ങളിവിടെ പോസ്റ്റായി. എമോൾ തന്നെ ഈ വരപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ആ ക്യാപ്പെല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെക്കനും പെണ്ണിൻ്റെയും ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ കെട്ട് ഏകദേശം ഉറപ്പിക്കാനായിട്ടുണ്ട്. മുറുകുന്നില്ലാന്ന് തോന്നുന്നു, അഴിച്ചു കെട്ടുന്നൊക്കെ കാണുന്നുണ്ട്. അനു എന്ന് പറയുന്ന ചേട്ടൻ്റെ കല്യാണമാണ്. ചെറുക്കനൊരു പഞ്ചപ്പാവാൻ തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ കെട്ടെല്ലാം കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും വയറ്റിൻ്റെ അകത്തോട്ടാക്കാന്ന് ഓർക്കുന്നുണ്ട് ഞാൻ. ചേടാ, ഇത് കെട്ടിത്തീർന്നില്ലല്ലോ. അതാണ് ഞാൻ സൂം ചെയ്ത് നോക്കുന്നത് കേട്ടോ. കെട്ടിത്തീർന്നുണ്ടെങ്കിൽ വേഗം എനിക്ക് കലവറയിലോട്ട് പോകണം. ഒരുവിധം കെട്ടിത്തീരാനായി തോന്നുന്നു. അങ്ങനെ പതിയെ ഞാൻ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ട് എല്ലാം നീങ്ങി നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പെങ്ങളും അനിയനും ഇതും കൂടെ ഉണ്ട് കേട്ടോ. അവരെ സപ്പോർട്ടിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു കുട്ടി ഇരുന്നിട്ടില്ല, ഒരാളെങ്കിലും ഇരുന്നാൽ പോയി ഇരിക്കുക എന്നുള്ളൊരു രീതിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നതോ ഞങ്ങളെ ഫാന് മാത്രം കറങ്ങുന്നില്ല, എല്ലാവരും ഫാനും കറങ്ങുന്നുണ്ട്. ഇതാണ് പറയുന്നത്, ആർത്തി മൂത്ത് ഭ്രാന്തായി. ഇവിടെ ഉണ്ട്, അച്ചാറുണ്ട്, തോരനുണ്ട്, പഴമുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് സെറ്റായിട്ടുണ്ട്. വേർത്ത് കുളിക്കുന്നുണ്ട്. ടാറ്റയൊക്കെ പറയുന്നുണ്ടോ വിചാരിക്കും എന്തോ ആസ്വദിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ കൊല്ലാൻ കൊണ്ടുപോകും പോലെ. അങ്ങനെ ചോറ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ഇവിടെ ഉണ്ട്. എങ്ങനെയൊക്കെ ക്യാമറക്ക് മുഖം തരുന്നുണ്ട്. കുറച്ച് പ്രയാസം കേട്ടോ ഇവൻ ക്യാമറക്ക് മുഖം തരാൻ. അയ്യോ, എല്ലാം തൊള്ളക്കകത്ത് കയറ്റുന്നുണ്ടല്ലേ മോള്. എങ്ങനെയാ, അമ്മക്ക് കുറച്ചല്ലല്ലോ ആർത്തി. അപ്പം പിന്നെ മോള് ഇതെങ്കിലും കാണിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമേ ഉള്ളൂ. അങ്ങനെ ചോറും കഴിച്ച് ചക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി പോയി. എന്താ ആ ചിരിയെല്ലാം കണ്ട ഞങ്ങളെ, എന്താ സന്തോഷം. ഒരുത്തനെയും കൂടെ കുടുക്ക് കയറിലിടുകയാണ് മക്കളെ. അപ്പോൾ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ മെല്ലെ അവിടെ നിന്നും നീങ്ങുന്നുണ്ട്. പെണ്ണതാ ഓടുന്നത്. പെണ്ണോടുന്നത് എന്തിനാണെന്നറിയോ? അടുത്ത പടവ് മാറ്റാൻ വേണ്ടി. ഇവിടെ അങ്ങനെയൊക്കെ ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അത് അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്ത് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ വരുന്ന ചേച്ചിക്ക് ഒരു ഉന്തും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാണ്. ലിയമോളാണെങ്കിൽ ആർത്തുല്ലസിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടിരുന്നു. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.